അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ കേട്ടോ. വഴുതനങ്ങ കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത പോലും കഴിക്കൂട്ടോ അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ 2 വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 വഴുതനങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ കനം കുറച്ചിട്ട് അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ 2 തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കത് നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവർക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എണ്ണ ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതന കണ്ടല്ലോ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വഴുതനങ്ങ നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മളെ വഴുതനങ്ങ ഇതുപോലെ ഇങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് 2 പച്ചമുളക് മുറിച്ചിട്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. മസാല എല്ലാം കൂടി വഴുതനങ്ങയിൽ കൂടി നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വഴുതനങ്ങ നല്ല പോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ വഴുതനങ്ങ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാവും കേട്ടോ. നല്ല ഇഷ്ടമാവും എല്ലാവർക്കും കണ്ടോ. അപ്പോൾ നമുക്ക് ചോറുന്നാനൊക്കെ നമുക്ക് ഈ ഒരു വഴുതനങ്ങ കൂട്ടാൻ മാത്രം മതിയാവും. പിന്നെ ഒരു കറിയോ അതിൻ്റെ ഒന്നും ഒരാവശ്യം വരില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു വഴുതനങ്ങ കൂട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.